നമസ്കാരം. വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറുക്കൻ എന്ന ജീവിയെപ്പറ്റിയാണ്. വിശുദ്ധ ബൈബിളിൽ ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്: ഇതാ, യഹൂദാ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവുമാക്കേണ്ടതിന് അത് വടക്ക് നിന്ന് ഒരു മഹാകോലാഹലവുമായി വരുന്നു. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യമാണ്. ശാപഗ്രസ്തമായ സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ കുറുക്കൻ്റെ വാസസ്ഥലമാകുമെന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ പലതുണ്ട്. സിയോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഇരമ്യാവും ഏദോമിനെപ്പറ്റി അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവുമാകും എന്ന് യെശയ്യാവ് പ്രവാചകനും പറയുന്നു. കുറുനരിയെപ്പറ്റിയും ഇത്തരം പരാമർശങ്ങളുണ്ട്. കുറുനരിയും കുറുക്കനും പല പരിഭാഷകളിലും പരസ്പരം മാറി വരുന്നുണ്ട്. ശിംശോൻ 300 കുറുക്കന്മാരെ ഉപയോഗിച്ച് ഫെലിസ്ത്യരുടെ വിളഭൂമി നശിപ്പിച്ചു എന്ന കഥയിൽ കുറുക്കന് പകരം കുറുനരികളാണ് കഥാപാത്രങ്ങൾ എന്നൊരു വ്യാഖ്യാനം ബൈബിൾ വിജ്ഞാനകോശത്തിൽ പറയുന്നുണ്ട്. അതിനൊരു കാരണം കുറുക്കൻ ഒറ്റയായോ ഇണയുമായോ മാത്രമേ നടക്കുന്നവയാണ് എന്നതാണ്. കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടങ്ങളിൽ കുറുക്കന്മാർ നാശമുണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പിടിച്ചു തരുവീൻ എന്ന വാക്യം ഉത്തമഗീതത്തിൽ സൂചിപ്പിക്കുന്നു. നെഹമ്യാവ് പുതുക്കിപ്പണിയുമായിരിക്കുന്ന യെരുശലേമിൻ്റെ മതിലുകളെപ്പറ്റി തൻ്റെ ശത്രുവായ തോബിയാവ് പരിഹസിച്ചു പറഞ്ഞത്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൽമതിൽ ഉരുണ്ടു വീഴും എന്നാണ്. ഇവിടം വിട്ടുപോയിക്കൊള്ളുക, ഹെറോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് താക്കീത് നൽകിയ പരീശന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തുന്നു. ഗലീലയിലെ നാടുവാഴിയായിരുന്ന ഹെറോദ അന്തിപ്പാസിനെപ്പറ്റി യേശു നടത്തിയ ഈ പരാമർശം കടുത്തതാണ്. സൂത്രക്കാരനും കൗശലക്കാരനും ചതിയനുമായ ഹെറോദാവിനെ കുറുക്കനോട് ഉപമിച്ചതിൽ അത് കേട്ടുനിന്ന ആളുകൾക്ക് അസ്വസ്ഥത തോന്നാനിടയില്ല. തൻ്റെ ഇഹലോക കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പാൻ ഒരു തരത്തിലുള്ള ഭീഷണിയും വിലപ്പോവുകയില്ലെന്ന് ഒരു സന്ദേശം പരീശന്മാർക്ക് നൽകുകയാണ് ഇതിലൂടെ യേശു ചെയ്തത്. രാത്രി സഞ്ചാരിയായ കുറുക്കൻ മണ്ണിൽ കുഴികളുണ്ടാക്കി പകലതിൽ വിശ്രമിക്കും. കുഞ്ഞുങ്ങളെ പെറ്റ് പോറ്റുന്നതും കുഴിയിൽ തന്നെ. അലോപേക്സ് എന്നാണ് കുറുക്കൻ്റെ എബ്രായ നാമം. ഇത് കുറുക്കൻ എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിലെ പ്രതിപാദ്യം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.